വിശുദ്ധ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ചുണ്ടായ ദർശനമാണ് വെളിപാട്. എഫേസോസിലെ സഭയോടുള്ള ചോദ്യമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന വേദഭാഗമായ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നത്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ബാല്യകാലം മുതൽ ഡോക്ടറാവണമെന്ന് അതിയായി ആഗ്രഹിച്ചൊരു പെൺകുട്ടി അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് പഠിച്ച് എൻട്രൻസിൽ ഉയർന്ന റാങ്ക് നേടി നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ പഠനത്തോടുള്ള താല്പര്യം കുറഞ്ഞു. പരാതിയും പരിഭവവും കൂടി. അപ്പോൾ മാതാപിതാക്കളെ വിളിച്ച് അവൾ പറഞ്ഞു, എനിക്കിവിടെ മടുത്തു, ഈ കോഴ്സ് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നവൾ പറഞ്ഞു. കുഞ്ഞുനാളിൽ മാതാപിതാക്കളായിരുന്നല്ലോ നമുക്കെല്ലാം. എത്ര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് നാം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നാകട്ടെ നിസ്സാര കാര്യത്തിന് പോലും നാം അവരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കും, മാതാപിതാക്കളോടുള്ള നിന്റെ ആദ്യ സ്നേഹം എവിടെ പോയി? നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ദൈവത്തോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന്, മാതാപിതാക്കളോടുള്ള ആദ്യ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്, പഠനത്തോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന്. എന്നാൽ എന്താണ് ഇതിന് പരിഹാരം? ആദ്യ സ്നേഹത്തെ വീണ്ടെടുക്കുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യ പ്രവൃത്തി ചെയ്യുക എന്ന് കർത്താവ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നു. ഇവിടെ 3 കാര്യങ്ങൾ ചെയ്യുവാൻ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1. ഓർക്കുക, ദൈവത്തോടും മാതാപിതാക്കളോടുമുള്ള സ്നേഹത്തെ ഓർക്കുക. 2. മാനസാന്തരപ്പെടുക, നമ്മൾ ചെയ്ത സ്നേഹം കുറഞ്ഞു പോയല്ലോ എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തി ചെയ്യുക. 3. പഠനത്തിൽ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ സജീവരാകുവാൻ നമുക്ക് ശ്രമിക്കാം.